Hello, Gayatri here. Today's topic is karma science or what is karma? കുറേ പേര് ചോദിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മളൊരു ഇന്ത്യൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു 3D 5Dയിൽ പറയാം. 3 dimension വ്യൂവിൽ karma is punishment. If you do this, you will get this. മിക്കപ്പോഴും പല റിലീജിയനും ഇന്ത്യൻ റിലീജിയൻ പലതും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ കർമ്മ വെച്ചിട്ടാണ്. നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്യും, അപ്പം നിനക്കിങ്ങനെ വരും. ആ ഒരു ഇതിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മേ ബി അങ്ങനെ വരുമായിരിക്കും. ദാറ്റ് ഈസ് ദെയർ തോട്ട് പ്രോസസ്. സോ എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു ദ മൈൻഡ്. സോ കർമ്മ ഇൻ ബുദ്ധ പാത്ത്, ബുദ്ധ ഈസ് കണക്റ്റഡ് ടു സയൻസിന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എല്ലാവരും മാസ്റ്റേഴ്സാണ്. ഐ ആം ലേണിംഗ് മൈ സ്റ്റോറി, യു ആർ ലേണിംഗ് യുവർ സ്റ്റോറി. ഐ ആം എ മാസ്റ്റർ, യു ആർ ഓൾസോ എ മാസ്റ്റർ. ഞാൻ വലിയവനും നീ ചെറിയവനും അല്ല ഇവിടെ. സോ ഈ ബുദ്ധനെ വഴിയിൽ കാണുമ്പം കൊന്നു കളഞ്ഞേക്കാനാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കർമ്മ എന്ന് പറയുന്നത്. ആ ഒരു ഡെൻസ് എനർജി ഓഫ് പാസ്റ്റാണ് കർമ്മ. അപ്പം നമ്മളിപ്പോൾ മെഡിറ്റേഷന് ഒരുപാട് കർമ്മ ക്ലിയറിങ് ചെയ്യാൻ പറ്റും. ഒരുപാട് പാസ്റ്റിലെ ഡെൻസ് എനർജി, മേ ബി ജനറേഷൻസ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഫാമിലിയിൽ വളരെ 3 dimension വ്യൂവിൽ ചിന്തിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ ജീനിൽ ഉള്ളതെല്ലാം ഇങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും. എസ്പെഷ്യലി ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്, അത് കാണുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഏതാണ് അവർ ഏത് ഡയമെൻഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും, എനിക്ക് ഈസ്റ്റ് നിന്നും വെസ്റ്റ് നിന്നും ക്ലയൻസ് ഉണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴായാലും എനിക്ക് ഇന്ത്യയും കേരളമൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ നമുക്കറിയാൻ പറ്റും ഒരു ഇപ്പോൾ പറയും, നമ്മൾ പല കാര്യങ്ങളും പറയും, പക്ഷെ ഒരു വ്യക്തിയുടെ ആ വൈബ്രേഷൻ ഓർ എനർജി അതൊന്നും നമുക്ക് കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും സെൻസ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈ എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയുണ്ടായിരിക്കും കൂടുതലായിട്ട് സെൻസിറ്റീവ് ആകുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് എനർജി അറിയാൻ പറ്റും. എസ്പെഷ്യലി ഇവിടെ നിൽക്കുമ്പോൾ ഓക്കെ ഇറ്റ്സ് ഗുഡ്, ഈ ഏരിയ കൊള്ളാം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഓർ ദ സ്പേസ് എല്ലാം കാണുമ്പോൾ അറിയാൻ പറ്റും. ആൻഡ് എസ്പെഷ്യലി ദ കമ്മ്യൂണിക്കേഷൻ ഓർ ദ തോട്ട്സ്, അവരുടെ ഇമോഷൻ ആയിരിക്കും, അവിടെ ഉള്ള ആൾക്കാരുടെ ഇമോഷനും എനർജി മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കും പലരും പല കാര്യങ്ങളും ചെയ്യുന്നത്, പല ഗ്രൂപ്പ്സും. അപ്പം നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിലോട്ടോ അല്ലെ തായ്ലാൻഡ് ഓർ എനി അതർ വെസ്റ്റേൺ കൺട്രി അങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങോട്ട് പോകുമ്പം ഓക്കെ അത് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഈച്ചത്. അവിടെ അതിന് വേറെ ഒരു ഡെൻസ് എനർജി ഫീൽ ചെയ്യാറില്ല. പക്ഷെ തിരിച്ച് നമ്മളിങ്ങോട്ട് വരുമ്പം സിംഗപ്പൂർ കഴിഞ്ഞ് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാരുടെ നോക്കുന്ന രീതിയും ഓർ ദ വൈബ് ഇസ് റിയലി ഡിഫറെൻറ്റ്. മേ ബി ഒരു സ്ത്രീ അവർ കാണുന്ന രീതി അതായിരിക്കാം, ഓർ ദ മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രിക്റ്റ് ഡിസിപ്ലിനും ഈ ഗിൽറ്റും ഷെയിമും നിറഞ്ഞ ഒരു സിറ്റുവേഷനിൽ വളരുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ആവുന്നതായിരിക്കും. മേ ബി ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി ബെറ്ററാണ്. ഇപ്പോഴത്തെ ഒരു 20+ കുട്ടികൾ ദേ ആർ വെരി ഗുഡ്, ഓർ അവരുടെ ആറ്റിറ്റ്യൂഡും ഡിഫറെൻ്റ് ആയിരിക്കും ആയിട്ടാണ് പറയുന്നത്. കാര്യം ഈ റെയിൻബോ കിഡ്സ് എന്ന് പറയുന്നത്. സോ കർമ്മ ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ലേണിംഗ്. ഇറ്റ് ഈസ് നോട്ട് പണിഷ്മെൻറ്റ് എനിമോർ, ദ ലേണിംഗ്. അപ്പം ചില ആൾക്കാർ 3 dimensionൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ച് വരുന്നവരായിരിക്കും. അവരെടുത്ത് പോയിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെരി ഗുഡ് സോൾ, അവരിവിടെ വന്നിട്ട് ഈ കർമ്മയിൽ പെട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല വാട്ട് ദെയർ പാർട്ട്ണർ ഈസ് ടീച്ചിങ്, അല്ലെങ്കിൽ ഇൻലോസ് എന്താ പഠിപ്പിക്കുന്നത്, അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. കഴിഞ്ഞതിൻ്റെ ബാക്കിയായിരിക്കും ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുകളിലോട്ടായാൽ നേച്ചർ ടെസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങളത് പഠിച്ചു ഇല്ലയെന്ന്. പഠിച്ചു കഴിയുമ്പം ആരും ഇറ്റ്സ് ഓവർ. ലേണിംഗ് പ്രോസസ്സ് ഒരു വിഷ്യസ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓവർ. സോ ഇറ്റ്സ് യുവർ ചോയ്സ്. ആരും നിർബന്ധിക്കാനൊന്നുമില്ല. പിന്നെ 3 dimensionൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന 2-3 ആൾക്കാരെ ഞാൻ ഫ്രീ ആയിട്ടൊന്ന് മെൻറ്റർ ചെയ്തു, ഹെൽപ്പ് ചെയ്തു. സോ ഇറ്റ് അഫക്റ്റഡ് മീ എ ലോട്ട് ബിക്കോസ് ദേ വോണ്ട് ടു ലീവ് ലൈക്ക് ദാറ്റ്. വൈ യു ആർ ഹെൽപ്പിംഗ്? സോ ഇറ്റ്സ് അവർ ചോയ്സ്. നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ലേണിംഗ് ആണ്. സോ യു ലേൺ, യു റൈറ്റ് യുവർ ഇമോഷൻ. നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നിങ്ങൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു, and evolve. That's all. Simple. Karma is